ഹലോ ഫ്രണ്ട്സ്, GK വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ തരുന്ന ലൈക്കിനും കമന്റ്സിനും ഷെയറിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് തുടർന്ന് എപ്പിസോഡുകളിലും ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കാനും ഞങ്ങളുടെ പുതിയ എപ്പിസോഡിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുസ്ലിം വിഭാഗത്തിന്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞ മക്തി തങ്ങളെ കുറിച്ചും അയ്യത്താൻ ഗോപാലനെ കുറിച്ചും മുർക്കോത്ത് കുമാരനെ കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മക്തി തങ്ങളിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1847 മുതൽ 1912 വരെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ വെളിയംകോടാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സയ്യിദ് സനവുള്ള മുക്തി തങ്ങൾ എന്നാണ്. അദ്ദേഹമാണ് മുസ്ലിം വിഭാഗത്തിന്റെ നവീകരണത്തിന് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് മാർഗമെന്ന് പറഞ്ഞത്. മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മുക്തി തങ്ങളാണ്. 1899 ഇത് സ്ഥാപിച്ചത്. മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ മുസ്ലിമാണ് മക്തി തങ്ങൾ. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതിയാണ് കഠോര കൂടാരം. 1884 അദ്ദേഹം അത് രചിച്ചത്. മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്ന പത്രത്തിന്റെ പേരാണ് തുർക്കി സമാചാരം. അത് 1909 അദ്ദേഹം സ്ഥാപിച്ചത്. മക്തി തങ്ങളുടെ പ്രധാന കൃതികളാണ് മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, പരോപദ്രവ പരിഹാരി, ഒരു വിവാദം, സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മക്തി തങ്ങളുടെ കൃതിയാണ് നാരി നാരാഭിചാരി. മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മാസികകളാണ് പരോപകാരിയും സത്യപ്രകാശവും. മക്തി തങ്ങൾ അന്തരിച്ചത് 1912 അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം കൊച്ചിയിലെ കൽവാത്തി ജുമാ മസ്ജിദിലാണ്. അപ്പോൾ മക്തി തങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനായ അയ്യത്താൻ ഗോപാലനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1861 മുതൽ 1948 വരെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തലശ്ശേരിയിലാണ്. അച്ഛന്റെ പേര് അയ്യത്താൻ ചന്ദൻ എന്നാണ്. അമ്മയുടെ പേര് കല്ലട്ട് ചിരുത്തമ്മാൾ എന്നാണ്. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് കൗസല്യ എന്നാണ്. റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ രചിച്ച നാടകങ്ങളാണ് സരഞ്ജനി പരിണയം, സുശീല ദുഃഖം. അപ്പോൾ അയ്യത്താൻ ഗോപാലനെ കുറിച്ച് വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് മുർക്കോത്ത് കുമാരനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1874 മുതൽ 1941 വരെയായിരുന്നു. മുർക്കോത്ത് കുമാരൻ ജനിച്ചത് 1874 ഏപ്രിൽ 16 തലശ്ശേരിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മുർക്കോത്ത് രാമുണ്ണി എന്നാണ്. അമ്മയുടെ പേര് കുഞ്ഞിച്ചിരുദേവി എന്നാണ്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം എന്ന കൃതി എഴുതിയത് മുർക്കോത്ത് കുമാരനായിരുന്നു. ആദ്യമായി ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ചരിത്രം എഴുതിയ വ്യക്തിയാണ് മുർക്കോത്ത് കുമാരൻ. മുർക്കോത്ത് കുമാരൻ പത്രാധിപർ ആയിരുന്ന പത്രങ്ങളാണ് ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി. മിതവാദി പത്രം ആരംഭിച്ചത് മുർക്കോത്ത് കുമാരനായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് 1941. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1867 മുതൽ 1940 വരെയാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് 1921. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. സ്ഥാപക പ്രസിഡന്റ് പാറടി എബ്രഹാം ഐസക് ആണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണ് ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായില്ല. സാധു ജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയതും പാമ്പാടി ജോൺ ജോസഫ് ആണ്.
അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള അറിവുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനായി ഞങ്ങളുടെ വീഡിയോസ് ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ ഞാൻ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. അതുവരെ ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.